പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് എൻ്റെ എല്ലാ യൂട്യൂബ് ഓഡിയൻസിനോടും ദൈവവചനം സംസാരിക്കുവാനായിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടി വരുവാൻ പരിശുദ്ധാത്മാവ് തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് പകർന്നതിനെ നമ്മൾ എപ്പോഴും പോഷിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് വലിയ കാര്യങ്ങളെ നിക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ ആ കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുകയും ആ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അകത്ത് ദൈവം പകർന്നത് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുവാനായിട്ടിടയായി തരും. ബൈബിളിൽ പൗലോസ് ഇങ്ങനെ പറയുകയാണ്, തിമോഥെയോസിനോട് പറയുകയാണ്, എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ അകത്തുള്ള കാര്യങ്ങളെ നമ്മൾ ജ്വലിപ്പിക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ വളരെയധികം സമയം ചെലവഴിക്കണം. ദൈവം നമ്മുടെ അകത്ത് പകർന്ന എല്ലാ കാര്യങ്ങളെയും ജ്വലിപ്പിക്കുവാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. ഹല്ലേലൂയ. നമ്മൾക്ക് അറിയാം, ഏതൊരു ഭൗതിക കാര്യവും പ്രാക്ടീസിലൂടെയാണ് അത് കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അങ്ങനെയാണ് ആ ചൊല്ല് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അകത്ത് വന്ന ആത്മതലം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് വീണ്ടും ജനിപ്പിച്ച ആ ആത്മ മനുഷ്യന് പ്രാക്ടീസ് ആവശ്യമാണ്. അല്ലെങ്കിൽ ആത്മീക പ്രാക്ടീസ്, ആത്മീക വ്യായാമങ്ങള്, ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ നമ്മുടെ അകത്തുള്ളത് വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ കായിക ബലം നമുക്ക് ജിമ്മിൽ പോകുന്നതിലൂടെ, പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഈ മസിൽ ബിൽഡ് ചെയ്യുന്നതിലൂടെ ഒക്കെ മസിൽ ബിൽഡർ ആകുമെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ആത്മീക മസിലുകളെ നമുക്ക് ബിൽഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. ചിലര് നമ്മളോട് പറയാറുണ്ട്, ബ്രദറെ, ഞാൻ പെട്ടെന്ന് ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ ക്ഷീണിച്ചു പോകുകയാണ്, ഞാൻ തളർന്നു പോകുകയാണ് എന്നൊക്കെ പറയുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ആത്മീക ബലം വളരെ കുറവായതുകൊണ്ടാണ് അത്തരത്തിൽ സംഭവിക്കുന്നത്. എന്നെ കുറിച്ച് പറയുവാണെങ്കിൽ, പണ്ട് ഞാനും അതേപോലത്തെ സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ചെറിയ സംഭവങ്ങൾ മതി അതേ നമ്മുടെ മനസ്സ് തളർന്നു പോകുന്ന, ക്ഷയിച്ചു പോകുന്ന, ക്ഷീണിച്ചു പോകുന്ന അവസരങ്ങൾ ഉണ്ടാകുമായിരുന്നു. എന്നാൽ എപ്പോഴൊക്കെ എൻ്റെ ആത്മീക മസിലുകൾ വർദ്ധിക്കുവാനായിട്ട് തുടങ്ങിയോ, എപ്പോൾ ഞാൻ ആത്മീക വ്യായാമത്തിന് അധികം പ്രാധാന്യത നൽകിയോ, അപ്പോൾ മുതൽ ഈ എതിരെ വരുന്ന പ്രതിസന്ധികൾ കുറഞ്ഞു എന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. പിശാച് എതിരെ കൊണ്ടുവരുന്നതുണ്ട്, മനുഷ്യർ എതിരെ കൊണ്ടുവരുന്ന കാര്യങ്ങളുണ്ട്, ഇതൊക്കെ അപ്പോഴും വരുന്നുണ്ട്. പക്ഷെങ്കിൽ അതൊന്നും എന്നെ ബാധിക്കാത്ത ഒരു നിലവാരം എനിക്ക് പരിശുദ്ധാത്മാവ് നൽകുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നിന്റെ ആത്മീക മസിലുകൾ വർദ്ധിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഭൗതികമായിട്ട് നോക്കുമ്പോൾ അധികം ഭക്ഷണം കഴിക്കാത്ത, നമ്മൾ പറയും നെത്തോലി പോലെ ഇരിക്കുന്ന പിള്ളേർ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് രോഗങ്ങൾ വരും. എന്നാൽ നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്ന, നല്ല വണ്ണമൊക്കെ ഉള്ള പിള്ളേർക്ക് അതേ അനുഭവത്തിലൂടെ, അതേ മഴ നനയുന്നുണ്ടായിരിക്കും അവര്, അല്ലെങ്കിൽ അതേ പ്രതിസന്ധിയിലൂടെ അവർ പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിലെ വൈറസുകൾ അവരിൽ പെട്ടെന്ന് കയറത്തില്ല. എന്നതുപോലെ തന്നെ ആത്മീകത്തിലും അങ്ങനെ തന്നെയാണ്. ആമേൻ. ആത്മീകത്തിലും ക്ഷയിച്ച അവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ ബലഹീന അവസ്ഥകളുണ്ട്, അതുപോലെ തന്നെ ബലവാൻ ആകുന്ന അവസ്ഥകളും ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആത്മീകമായിട്ട് നിങ്ങളുടെ ബലത്തെ നിങ്ങൾക്ക് തന്നെ ആത്മീക വ്യായാമത്തിലൂടെ വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആത്മീക വ്യായാമം വർദ്ധിച്ചാൽ നിങ്ങളുടെ രീതികൾ, സ്വഭാവങ്ങൾ എല്ലാം മാറുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷെങ്കിൽ നമുക്ക് വരുന്ന ഒരു അബദ്ധം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ അബദ്ധം ഇതാണ്, നമ്മൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പറയുന്ന ഇതാണ്, പ്രതിസന്ധികളെല്ലാം മാറിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങാം, പ്രതിസന്ധികളെല്ലാം മാറിയിട്ട് ഞാൻ അന്യഭാഷ പറയാൻ തുടങ്ങാം, പ്രതിസന്ധികളെല്ലാം മാറിയിട്ട് ഞാൻ വചനം വായിക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ മനോഭാവം ഇടുന്നതിന്റെ പേരാണ് പൈശാചികത. ഇതൊരു പൈശാചികന്റെ പ്രധാനപ്പെട്ട ഒരു
വാക്കാണെന്ന് നിങ്ങൾ എല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷികമാണ്. നിങ്ങൾ പ്രതിസന്ധി കഴിഞ്ഞിട്ട് ആത്മാവിൽ വളരാനിരിക്കരുത്. ആത്മീക വ്യായാമങ്ങളാകുന്ന പ്രാർത്ഥന, അന്യഭാഷ, വചനധ്യാനം, ഇത് മൂന്നും ആത്മീക അതിലൊക്കെ ഞാൻ വരുന്നതേ ഉള്ളൂ. ഈ കാര്യങ്ങൾ പ്രതിസന്ധി മാറിയിട്ട് ഞാൻ ചെയ്യാം എന്ന് പറയുന്നതാണ് പിശാചിന്റെ തന്ത്രം. ഞാൻ ഒന്നുകൂടെ പറയാം. പലരും എന്നോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, ബ്രദറെ, എൻ്റെ പ്രതിസന്ധി മാറുന്ന മിനിറ്റ് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. ബ്രദറെ, എൻ്റെ പ്രതിസന്ധി മാറുന്ന നിമിഷം തൊട്ട് ഞാൻ ആത്മാവിൽ അന്യഭാഷ പറയാനായിട്ട് തുടങ്ങാം. പക്ഷെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ പ്രതിസന്ധി അവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ അന്യഭാഷ പറയാൻ തുടങ്ങിയാട്ടെ. നിങ്ങൾ ആത്മീക വ്യായാമങ്ങളാകുന്ന അന്യഭാഷ, വചനധ്യാനം, അന്യഭാഷയിലുള്ള പ്രാർത്ഥന, ആത്മാവിലുള്ള പ്രാർത്ഥന, വചനധ്യാനം, ഈ കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾ അസാധാരണമാകുന്ന മാറ്റങ്ങളെ കാണും. ഹല്ലേലൂയ. നമ്മളെ പലപ്പോഴും പിശാച് കളിപ്പിക്കുന്ന ഒരു മേഖലയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ആ മേഖല വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. പ്രതിസന്ധിയിൽ തന്നെ നിങ്ങൾ ആത്മീക വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങേണ്ടത് വളരെ ആവശ്യമാണ്. പ്രതിസന്ധി കഴിഞ്ഞിട്ടല്ല ആത്മീക വ്യായാമങ്ങൾ ചെയ്യേണ്ടത്. പ്രതിസന്ധിയുടെ നടുവിൽ തന്നെ നിങ്ങൾ ആത്മീക വ്യായാമങ്ങളിലൂടെ കടന്നു പോകണമെന്ന് പരിശുദ്ധ ആത്മാവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോഴാണ് ആ പ്രതിസന്ധി നമ്മളെ വിട്ട് മാറുന്നത്. ആ പ്രതിസന്ധി നമുക്ക് പ്രതിസന്ധി അല്ലാതാകുന്നത്. പക്ഷെ പിശാച് നമ്മുടെ അകത്തിരുന്ന മനോഭാവം മറ്റൊന്നാണ്. ആ മനോഭാവത്തെ ഇന്ന് പൊളിക്കുവാൻ പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുകയാണ്. ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ശക്തമായിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് ഇന്ന് തൊട്ട് നിങ്ങൾ ആത്മീക വ്യായാമങ്ങൾ എന്ന പ്രോസസ്സിങ്ങിലൂടെ നിങ്ങൾ പോകുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞാട്ടെ, ആത്മീക വ്യായാമങ്ങൾ. ഹല്ലേലൂയ. ചില ആത്മീക വ്യായാമങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുകയാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട ആത്മീക വ്യായാമമാണ് അന്യഭാഷ സംസാരിക്കുക എന്നുള്ളത്. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളിൽ എല്ലാവരിലും അധികം അന്യഭാഷ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അധികം അന്യഭാഷ സംസാരിക്കുക. ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയുകയാണ്, അധികം അന്യഭാഷ നിങ്ങൾ എന്ത് ചെയ്യണം? സംസാരിക്കുവാനായിട്ട് ഇടയായി തീരണം. അധികം അന്യഭാഷ സംസാരിക്കുമ്പോൾ ഒരു വാക്യം കൂടെ ബൈബിൾ പറയുന്നു. 1 കൊരിന്ത്യർ 14:3-4 വാക്യങ്ങൾ പറയുന്നു, അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുന്നു എന്ന് ഒരു പദം അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ആത്മീക വർധനവ് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് ഭാഷ നമ്മൾ പഠിച്ചാൽ ഒരു വീട് പണിയുന്ന അവസ്ഥയാണ് അത് കാണിക്കുന്നത്. 1 കൊരിന്ത്യർ അതിന്റെ 14-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലാണ് ഈ വാക്യം പൗലോസ് എഴുതുന്നത്. അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുന്നു. അതിന്റെ ഗ്രീക്ക് പദമാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിന്റെ ഗ്രീക്ക് പദത്തിൽ എഴുതിയിരിക്കുന്ന പദം ഇതാണ്, ഓയിക്കോ ഡോമയോ. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ഓയിക്കോ ഡോമയോ എന്ന പദമാണ് ആത്മീക വർധനവ് എന്ന് മലയാളത്തിലും എഡിഫൈ എന്ന് ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഓയിക്കോ ഡോമയോ എന്ന പദമാണ്. നിങ്ങൾ അതിന്റെ അർത്ഥം പരിശോധിച്ചാൽ അതിന്റെ റൂട്ട് അർത്ഥത്തിൽ എഴുതിയിരിക്കുന്നു ടു ബിൽഡ് എ ബിൽഡിംഗ് അല്ലെങ്കിൽ ടു എറക്റ്റ് എ ബിൽഡിംഗ് എന്നാണ്. ഒരു ബിൽഡിംഗ് പണിയുക എന്ന അർത്ഥമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ഒരു ബിൽഡിംഗ് പണിയുക. ഒരു ബിൽഡിംഗ് പണിയാൻ എന്തൊക്കെ വേണം? അതിന്റെ അടിസ്ഥാനം ഇടണം, അതിന്റെ കല്ലുകൾ ഇടണം, അതിന്റെ ഇഷ്ടിക വെച്ച് 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 അത് കേറണം. അതേ അനുഭവത്തിലുള്ള വാക്കാണ് ഒയ്ക്കോ ഡോമയോ എന്ന പദം കാണുന്നത്. നിങ്ങൾക്ക് അത് ഇന്റർനെറ്റിൽ വേണമെങ്കിൽ അടിച്ചു നോക്കാം. ഞാൻ പറഞ്ഞത് കള്ളത്തരം ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അപ്പോൾ ഒയ്ക്കോ ഡോമയോ എന്ന പദത്തിന്റെ അർത്ഥം ഒരു ബിൽഡിംഗ് പണിയുക എന്നതാണ് അതിന്റെ റൂട്ട് അർത്ഥം. അല്ല, അത് ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ കെട്ടിപ്പൊക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ചേർന്ന് രാമയും പറഞ്ഞാട്ടെ. അപ്പം നമ്മുടെ ആത്മാവിനെ നമുക്ക് തന്നെ ഇടിച്ചു കളയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ നമുക്ക് തന്നെ ബിൽഡ് ചെയ്യാനും പറ്റും. എല്ലാവരും പറഞ്ഞാട്ടെ, ഇത് എൻ്റെ കയ്യിലിരിക്കുന്നതാണ്. ഹല്ലേലൂയ. എൻ്റെ ആത്മാവിനെ ബിൽഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം പരിശുദ്ധ ആത്മാവ് എൻ്റെ മേൽ തന്നിരിക്കുകയാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, എൻ്റെ ആത്മാവിനെ ബിൽഡ് ചെയ്ത് സ്ട്രോങ് ആക്കേണ്ട ഉത്തരവാദിത്തം
എൻ്റെ മേൽ ദൈവം തന്നിരിക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അന്യഭാഷ സംസാരിക്കുക എന്നുള്ളത്. അന്യഭാഷ സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ ആത്മീക വർധനവുകൾ ഉണ്ടാകുകയാണ്. അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ പറയും 5 കട്ട ഇഷ്ടിക വെച്ചെങ്കിൽ അന്യഭാഷ പറഞ്ഞാൽ നിങ്ങൾ 10 കട്ട ഉയർത്തി പൊക്കുന്നത് പോലെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഒരു ആമീൻ പറഞ്ഞാട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾക്ക് കെട്ടിപ്പൊക്കാനായിട്ട് പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴാണ് കെട്ടിപ്പൊക്കേണ്ടത്? പ്രതിസന്ധി കഴിഞ്ഞിട്ടല്ല, പ്രതിസന്ധിയുടെ നടുവിൽ തന്നെ ആത്മാവിനെ കെട്ടിപ്പൊക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അടുത്ത ഒരു ആത്മീക വ്യായാമം എന്താണ്? ആത്മാവിനെ കെട്ടിപ്പൊക്കാനുള്ള വചന ധ്യാനം എന്ന ആത്മീക വ്യായാമം. ഹല്ലേലൂയ. വചന ധ്യാനം. പലരും വചനം കേൾക്കുന്നുണ്ട്, പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, നല്ലതാണ്. പക്ഷെങ്കിൽ എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ അതൊരു വ്യായാമമാണെങ്കിൽ തന്നെ അതിനേക്കാൾ എത്രയോ പടി മുകളിലുള്ള ഒരു വ്യായാമമാണ് വചന ധ്യാനം. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞാട്ടെ, വചന ധ്യാനം. വചനം എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ വാക്കുകൾ ധ്യാനിക്കുക. നിങ്ങളുടെ ഓരോ സാഹചര്യത്തിലും പിശാച് പറഞ്ഞ ഒരു വാക്കുണ്ട്, ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഡോക്ടർ പറഞ്ഞൊരു വാക്കുണ്ട്, അയൽവക്കക്കാര് പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിങ്ങൾ ഏത് വാക്കാണ് ചിന്തിക്കുന്നത്? ഈ ധ്യാനം എന്ന വാക്കിന്റെ അർത്ഥം ചിന്തിക്കുക എന്നാണ്. യോശുവയോട് ദൈവം പറയുകയാണ്, നീ എൻ്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നു എങ്കിൽ നീ വിജയിക്കും. അതിന് ഇംഗ്ലീഷ് ബൈബിൾ കൊടുത്തിരിക്കുന്നു, നീ മെഡിറ്റേറ്റ് ചെയ്താൽ നീ വിജയിക്കും. ധ്യാനം എന്ന് പറഞ്ഞാൽ ചിന്ത എന്നാണ് അർത്ഥം. അപ്പോൾ വചനം മനഃപൂർവ്വം ഇരുന്ന് ചിന്തിക്കണം, ഇമാജിൻ ചെയ്യണം, വിഷ്വലൈസ് ചെയ്യണം. അതൊരു വ്യായാമമായിട്ട് തന്നെ നിങ്ങൾ ഡെയിലി ചെയ്യണം. നിങ്ങളുടെ സാഹചര്യം വിഷ്വലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാണ് അല്ലേ? നിങ്ങളൊരു ചെറിയ രോഗം വരുമ്പോഴത്തേക്കും നിങ്ങൾ ശവപ്പെട്ടി കിടക്കുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് കഴിയും. ഹല്ലേലൂയ. പലരും അങ്ങനെയാണ്. ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും ശവപ്പെട്ടി വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ആ സാഹചര്യത്തിൽ ഹാനികരമായി എന്ത് കുടിച്ചാലും നിനക്ക് കേൾക്കത്തില്ല, ഹാനികരമായി എന്ത് കുടിച്ചാലും നിനക്ക് കേൾക്കത്തില്ല. യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, യേശുവിന്റെ അടിപ്പിണരുകളിൽ സൗഖ്യം വന്നിരിക്കുന്നു. അവൻ എൻ്റെ അകൃത്യമൊക്കെ മോചിച്ചു, എൻ്റെ സകല ബലഹീനതകളെയും വഹിച്ചിരിക്കുന്നു. അവൻ എൻ്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, സകല ബലഹീനതകളെയും രോഗങ്ങളെയും വഹിച്ചിരിക്കുന്നു. ഇങ്ങനെ വചനം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണം. ധ്യാനം എന്ന് പറഞ്ഞാൽ ചിന്ത എന്നാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, വചനം ഞാൻ ചിന്തിക്കണം. ഹല്ലേലൂയ. ചിന്തിച്ചോണ്ട് കിടക്കണം. ഹല്ലേലൂയ. ഇമാജിൻ ചെയ്യണം. അപ്പോ നിങ്ങൾ ഇമാജിൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, നിങ്ങളുടെ മനസ്സിൽ വചനം തരുന്ന ഒരു പിക്ചറിനെ നിങ്ങൾ തന്നെ കെട്ടിപ്പൊക്കണം. ഹല്ലേലൂയ. ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ വേണം. നിങ്ങൾ ആരാകും, ആ സാഹചര്യത്തിൽ നിങ്ങൾ ആരാണ്, ആ സാഹചര്യത്തിൽ സാഹചര്യം എന്താണ്, ആ സാഹചര്യത്തിൽ ദൈവം സാഹചര്യത്തെക്കുറിച്ച് എന്ത് പറയുന്നു, നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള വ്യക്തമായ ഒരു ഇമാജിനേഷനെ നിങ്ങളുടെ അകത്ത് ചിന്തകളിലൂടെ, വചനധ്യാനത്തിലൂടെ, ആ പ്രക്രിയയിലൂടെ നിങ്ങളുടെ അകത്ത് ഒരു ചിന്ത എഴുന്നേൽക്കണം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ അകത്ത് ഇരു മനസ്സുണ്ടാകത്തില്ല, നിങ്ങളുടെ അകത്ത് ഒരൊറ്റ മനസ്സേ ഉണ്ടാകത്തുള്ളൂ. ആ ഒരൊറ്റ മനസ്സിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജയിക്കാനായിട്ട് പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇതൊരു വ്യായാമമാണ്. അരമണിക്കൂർ നിങ്ങൾ വചനം ചിന്തിച്ചോണ്ട് കിടന്നാലും മതി. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അരമണിക്കൂർ നിങ്ങൾ വചനം ചിന്തിച്ചോണ്ട് കിടന്നാലും മതി. നിങ്ങൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പോലുമില്ല. അതൊരു വ്യായാമമാണ്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞാട്ടെ, അതൊരു വ്യായാമമാണ്. അതൊരു വ്യായാമമാണ്. വചനം ചിന്തിക്കുക, ചിന്തിച്ചോണ്ട് കിടക്കുക. ഒരൊറ്റ വചനം പിടിക്കുക. നിങ്ങളുടെ സാഹചര്യത്തിനുള്ള ഒരൊറ്റ വചനം. രോഗമാണെങ്കിൽ ഒരു വചനമുണ്ട്, ദാരിദ്ര്യമാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ ഒരു വചനമുണ്ട്. ഏതാ ദാരിദ്ര്യമാകുമ്പോൾ എടുക്കേണ്ടത്? യേശു ക്രിസ്തു എന്നെ സമ്പന്നനാക്കാൻ അവൻ ദരിദ്രനായ കൃപ ഓർക്കുന്നല്ലോ, 2 കൊരിന്ത്യർ 8:9. അത് തന്നെ ചിന്തിച്ചോണ്ടേയിരിക്കണം. അത് തന്നെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പിശാച് കെട്ടിപ്പൊക്കിയിരിക്കുന്ന കോട്ടകൾ ഇടിയുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 10:4
5 പറയുന്നു, നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ ജഡിയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഏത് ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ക്രിസ്തുവിനുള്ള അനുസരണത്തിനായിട്ട് ഏത് വിചാരത്തെയും പിടിച്ചടക്കുന്നു എന്നൊരു വചനം അവിടെയുണ്ട്. അപ്പോൾ ചിന്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പിശാച് നിങ്ങളിൽ തന്ന ചിന്തയെ ഇടിച്ചു കളയാൻ പറ്റും. അതിലൂടെ നിങ്ങളുടെ അകത്ത് വിശ്വാസം എഴുന്നേൽക്കും. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പോൾ വചനം ആവർത്തിച്ച് ചിന്തിച്ചാൽ നിങ്ങളുടെ വിശ്വാസം എഴുന്നേൽക്കും. വിശ്വസിക്കുന്നവൻ, നിങ്ങൾ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പോ നിങ്ങളുടെ അകത്ത് വിശ്വാസം വരണമെങ്കിൽ നിങ്ങൾ മനുഷ്യന്റെ വാക്കുകളിൽ നിന്ന് ഒഴിയണം. അതൊരു വ്യായാമമാണ്. മനുഷ്യരുടെ വാക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറണം, തെന്നി മാറണം. ന്യൂസിന്റെ വാക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി വചനം ചിന്തിക്കാനായി തുടങ്ങണം, വചനം ധ്യാനിക്കാനായി തുടങ്ങണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ബൈബിൾ മെഡിറ്റേഷൻ ബുക്ക് തന്നെ ഉണ്ടായിരിക്കണം. അതിൽ നിങ്ങൾ ഓരോ ദിവസവും ഒരധ്യായമെങ്കിലും ധ്യാനിക്കണം. ഒരധ്യായം വായിക്കുകയല്ല, ഒരധ്യായമെങ്കിലും ധ്യാനിക്കണം. വായിക്കാൻ 5 മിനിറ്റ് മതി, പക്ഷെ ധ്യാനിക്കാൻ ചിലപ്പോൾ 2 മണിക്കൂർ വേണ്ടി വരും, ഒരധ്യായം പോലും. അതുകൊണ്ട് ധ്യാനമാണ് നിങ്ങളെ മാറ്റുന്നത്. അഥവാ മെഡിറ്റേഷൻ എന്ന പദമാണ് യോശുവയോട് ദൈവം പറഞ്ഞത്. നീ എന്റെ വചനം രാപ്പകൽ ധ്യാനിച്ചാൽ നിനക്ക് വിജയം ഉണ്ടാകുമെന്നാ പറഞ്ഞേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി തരാം, നിങ്ങൾ ഈ വ്യായാമം എടുക്കണം. രാപ്പകൽ ദൈവത്തിന്റെ വചനത്തെ ചിന്തിക്കാനായി തുടങ്ങണം. യോശുവയോട് അങ്ങനെ തന്നെ പറഞ്ഞേ. ആമേൻ. യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് സങ്കീർത്തനം 1 എഴുതിയിട്ടുണ്ട്. അപ്പൊ രാപ്പകൽ ഈ വചനം നിങ്ങളുടെ അകത്ത് നിറയ്ക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്. അത് ദൈവം ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു വ്യായാമമാണ്, യേശുവിന്റെ നാമത്തിൽ. അടുത്ത ഒരു വ്യായാമമാണ് ചിന്തിച്ചു കഴിഞ്ഞ വചനത്തെ വാ കൊണ്ട് ആവർത്തിച്ചു പറയുക. നിങ്ങൾക്ക് 10 വട്ടം അത് പറയാം, 20 വട്ടം വചനം പറയാം, 50 വട്ടം പറയാം. സാഹചര്യം പറയുന്ന അതേ അവസരത്തിൽ നിങ്ങൾ ഇനി വചനം പറയാൻ തുടങ്ങണം. സാഹചര്യവും ലോകവും എന്തു പറയുന്നു എന്നുള്ള അവസരത്തിൽ, അതേ അവസരത്തിൽ നിങ്ങൾ വചനം ഡിക്ലറേഷൻ ചെയ്യാനായിട്ട് തുടങ്ങണം. അപ്പൊ ജീവനും മരണവും നിങ്ങളുടെ നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതുകൊണ്ട് ഒരു വ്യായാമം പോലെ ആവർത്തിച്ച് 10 വട്ടം 20 വട്ടം 30 വട്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണി വചനം പറയാം. വചനം ആത്മാവിൽ പറയണം, വാ കൊണ്ട് പറയണം. ജീവനും മരണവും നിങ്ങളുടെ നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജീവനിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ദൈവം പറഞ്ഞത് നിങ്ങളും ഏറ്റു പറയേണ്ടത് അത്യാവശ്യമാണ്. എസ്കേലിനോട് പറഞ്ഞു, ഈ ഉണങ്ങിയ അസ്ഥിയോട് നീ വചനം പറയുക. ഞാൻ പറഞ്ഞ അതേ വാക്ക് നിന്റെ വായിക്കൂടെ വരുന്ന മിനിറ്റിൽ ആ അസ്ഥി എഴുന്നേക്കും. ഞാൻ പറഞ്ഞ അതേ വാക്ക് നിന്റെ വായിക്കൂടെ വന്നില്ലെങ്കിൽ അസ്ഥി അസ്ഥിയായി കിടക്കും. അപ്പോൾ അതിന്റെ അർത്ഥം ദൈവം ഒരു വാക്ക് ഡിക്ലെയർ ചെയ്താലും, പ്രവാചകൻ ഒരു വാക്ക് ഡിക്ലെയർ ചെയ്താലും, അപ്പോസ്തലൻ ഒരു വചനം നിങ്ങൾക്ക് തന്നാലും, ഒരു പ്രവചനം നിങ്ങൾക്ക് തന്നാലും, നിങ്ങൾ വാ കൊണ്ട് പറയുന്നത് അതിന് ഘടകവിരുദ്ധമായ ഒരു കാര്യമാണെങ്കിൽ നിങ്ങളുടെ ജീവിതം പഴയതായി തന്നെ തുടരുവാനായിട്ട് ഇടയായി തീരും. അത് മനസ്സിലാക്കുന്നവർ നല്ല ഒരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പലരുടെയും ജീവിതം പഴയതായി തുടരുന്നതിന്റെ കാരണം അപ്പോസ്തലനും പ്രവാചകനും പറയുന്ന വചനമല്ല അവർ വീട്ടിൽ ചെന്ന് പറയുന്നത്. അവർ വീട്ടിൽ ചെന്ന് പറയുന്നത് അവരുടെ സാഹചര്യം പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ അവർ വ്യായാമത്തിലൂടെ കടന്നുപോയില്ല, ആത്മീക വ്യായാമം അവർക്ക് ലഭ്യമായില്ല. അപ്പോൾ നിങ്ങൾ അത് വളരെ 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 ശ്രദ്ധിക്കണം. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ ആത്മീക വ്യായാമം അന്യഭാഷയിൽ എല്ലാവരിലും അധികം പൗലോസ് പറയും, ഞാൻ പറയുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരികയാണ്. എല്ലാവരിലും അധികം നിങ്ങൾക്ക് വേണേ അന്യഭാഷ പറയാം. അപ്പം ഞാൻ ചില സമയത്ത് 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ അന്യഭാഷ പറയും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ തോപ്പിക്കാൻ വേണ്ടി ഒരു 1.5 മണിക്കൂർ അങ്ങ് അന്യഭാഷ പറയാം. എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ എന്നെ തോപ്പിക്കുന്നതിന്റെ കാര്യമല്ല. ഞാൻ പറഞ്ഞു ചില സമയം ഞാൻ ഒരു 1.5 മണിക്കൂർ പറയാറുണ്ട്, 2 മണിക്കൂർ പറയാറുണ്ട്. അപ്പോൾ അന്യഭാഷ പറയുന്ന നിങ്ങളുടെ ജീവിതം ആത്മാവിൽ കെട്ടപ്പെടും. അതൊരു ആത്മീക വ്യായാമമാണ്. വചന ധ്യാനം ആത്മീക വ്യായാമമാണ്. വചനം ഡിക്ലറേഷൻ ചെയ്യുന്നത് ആത്മീക വ്യായാമമാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യത്തിനും വേറൊരു സ്ഥാനം നിങ്ങൾ ദൈവത്തിന്റെ ഒരു വ്യായാമത്തെ അതിലേക്ക് എൻ്റർ ചെയ്യിപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതം പുതിയതായിട്ട് മാറുവാനായിട്ട് പരിശുദ്ധാത്മാവ്
നിങ്ങളെ ഇടയാക്കി തീർക്കും. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഒരാമീൻ പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി ആമീൻ പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഒരു വാക്കും കൂടെ ഞാൻ പറയാം, ഓൾറെഡി പറഞ്ഞതാണ്. പ്രതിസന്ധി കഴിഞ്ഞിട്ട് ആത്മീക വ്യായാമം ചെയ്യരുത്. നിങ്ങളുടെ ആത്മീക വ്യായാമം ഇന്ന് തുടങ്ങുവാനായിട്ട് ഇടയായി തീരണം. നിങ്ങളുടെ ആത്മീക വ്യായാമം ഇന്ന് തുടങ്ങുവാനായിട്ട് ഇടയായി തീരണം. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ബുക്ക്, ഒരു ഡയറി ഉള്ളത് നല്ലതാണ്. ഓരോ അധ്യായം നിങ്ങൾക്ക് ബൈബിളിൽ ധ്യാനിച്ചിട്ട് ആ ധ്യാനിക്കുമ്പോൾ ദൈവം ഇടപെടുന്നത് നിങ്ങൾ എഴുതി വെച്ച് ആ എഴുതി വെക്കുന്ന കാര്യം ആവർത്തിച്ച് ചിന്തിക്കണം. ആവർത്തിച്ച് ചിന്തിച്ച് വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. ഒപ്പം അന്യഭാഷയും കൂടെ ആകുമ്പോൾ ആ വിജയം വർദ്ധിക്കും. അതിനോടൊപ്പം ആ കേട്ടത് പറഞ്ഞത് അനുസരണത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ജീവിതം വളരെയധികം സക്സസിലേക്ക് പോകുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മൾ ഇന്ന് സംസാരിച്ചത് ആത്മീക വ്യായാമം എന്ന ടോപ്പിക്കാണ്. ആ ആത്മീക വ്യായാമങ്ങൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എപ്പോഴും നിങ്ങളൊരു പാസ്റ്ററിന്റെ പുറകെ ഓടുവാനായിട്ട് ഇടയായി തീരരുത്. എപ്പോഴും നിങ്ങളൊരു അപ്പോസ്റ്റലിന്റെ പുറകെ ഓടുവാനായിട്ട് ഇടയായി തീരരുത്. നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവറാണ് നിങ്ങളുടെ വിഷയത്തിന്റെ നടുവിൽ നിങ്ങളെ നിലനിർത്തുന്നത്. പിശാച് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. എഫേസ്യ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അതിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. അപ്പം ഒരു ദുർദിവസം, ഒരു ഈവിൽ ഡേ നിങ്ങളിൽ പലർക്കും, നമ്മൾ എല്ലാവർക്കും എതിരെ വരുന്നുണ്ട്. അന്ന് ഉറച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്കൊരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ അകത്തൊരു ഇമ്മ്യൂണിറ്റി പവർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. ഈ ദുർദിവസം എന്നൊരു പദം എഫേസ്യ ലേഖനം 6:13 എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും. അപ്പൊ 2 കാര്യങ്ങളാണ്. ഒന്ന് എതിർക്കാനും, 2 ഉറച്ചു നിൽക്കാനും. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, ഒരു എലുമ്പൂസായ ഒരു മനുഷ്യനെ നമ്മൾ ഊതിയാ പോകുമെന്ന് പറയും അല്ലെ? ഊതിയാൽ അവൻ പറന്നു പോകുന്നു നമ്മൾ പറയും. കാരണം അവന് ഇമ്മ്യൂണിറ്റി ഇല്ല, അവന് ബലമില്ല. നിങ്ങൾ പിശാചിന്റെ ഒരു ഊത്തിൽ നിങ്ങൾ ഊതി തെറിച്ചു പോകുന്ന വ്യക്തി ആയിരിക്കരുത്. നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായിരിക്കണം. ഒന്ന് എതിർപ്പാനും ഉറച്ചു നിൽപ്പാനും. ഹല്ലേലൂയ. ഗോലിയാത്തിനെ പോലുള്ള ചില സാഹചര്യങ്ങൾ നമുക്കെതിരെയും വരാം. അപ്പോൾ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കാനിടയായി തീരണം. മിനിസ്ട്രിയിൽ വരാം, ശുശ്രൂഷ തലങ്ങളിൽ വരാം, വ്യക്തികളിൽ നിന്ന് പിശാച് എതിരെ ഉപയോഗിക്കാം. അവൻ ജയിക്കുമെന്നല്ല, പക്ഷെ നിങ്ങൾ എതിർക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാതെ, രാജാവായി നിൽക്കാതെ ഇരുന്നാൽ അവൻ നിങ്ങളെ അടിച്ചിടുവാനായിട്ട് ഇടയായിത്തീരും. അല്ലെങ്കിൽ അവന്റെ ഒരു അറ്റാക്ക് എതിരെ വരുമ്പോൾ നിങ്ങൾ തളരുകയും നിങ്ങളുടെ വിശ്വാസം ക്ഷീണിക്കുകയും പതറുകയും അവിശ്വാസം അകത്ത് കയറുകയും വചനത്തിന്റെ കണ്ടന്റ് അകത്തില്ലാത്തതുകൊണ്ട് ക്ഷീണിക്കുകയും ആത്മാവ് കെട്ടപ്പെടാത്തത് കൊണ്ട് ക്ഷീണിച്ചു പോവുകയും ചെയ്താൽ അവൻ ഊതുമ്പോൾ നിങ്ങൾ തെറിച്ചു പോകും. അപ്പോൾ ദുർദിവസത്തിനായിട്ട് നിങ്ങൾ എല്ലാവരും റെഡി ആയിരിക്കും. ഇത് ചില സമയങ്ങളിൽ ഇത് നമുക്കെതിരെ വരാം. ഹല്ലേലൂയ. ദുർദിവസം, ഈവിൽ ഡേ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈവിൽ ഡേ വരുമ്പോൾ നമുക്ക് എതിർത്ത് നിൽക്കാനായിട്ട് സാധിക്കണം. വചനം കൊണ്ട് എതിർക്കണം, സത്യം കൊണ്ട് അതിനെ എതിർക്കണം, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതണം. ആ സമയത്ത് എന്ത് ചെയ്യണം? വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതണം. എങ്ങനെയാ പൊരുതുന്നത്? വചനം പറയണം, വചനം ചിന്തിക്കണം, അന്യഭാഷയിൽ നിൽക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മാവ് സ്റ്റഡി ആയിട്ട് നിൽക്കും. ആത്മാവ് സ്റ്റഡി ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് സ്റ്റഡി ആയിട്ട് നിൽക്കും. ഈ ആത്മാവെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചില ഇങ്ങനെ വള്ളി പോലെ പോകുന്ന ചില ഇതുണ്ടല്ലോ, ക്രീപ്പർ പ്ലാന്റ്സ് ഉണ്ട്, ചെടികളുണ്ട്. അതിനെ ഊന്തി നിർത്തുവാനായിട്ട് നമ്മൾ നാട്ടി നിർത്തുവാനായിട്ടൊരു കമ്പ് ഉപയോഗിക്കും, ഇങ്ങനെ താങ്ങി നിർത്തുവാൻ. ആ കമ്പ് പോലെയാണ് നിങ്ങളുടെ ആത്മമനുഷ്യൻ. നിങ്ങളുടെ ദുർദിവസത്തിൽ നിങ്ങളുടെ മനസ്സും ശരീരവും ക്ഷീണിക്കാതെ, പതറാതെ, തളരാതെ, ദൈവത്തെ എതിർത്ത് പോകാതെ, ദൈവസ്നേഹത്തിൽ നകന്നു പോകാതെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ
നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ആത്മാവ് ഒരു സ്റ്റഡി ആയിട്ടുള്ള കമ്പ് പോലെ നിൽക്കണം. സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കണം. ഏത് പ്രതിസന്ധി എതിരെ വന്നാലും, ഏത് വിഷയങ്ങളെതിരെ വന്നാലും നിങ്ങൾ പതറാതെ തളരാതെ നിനക്ക് നിൽക്കാനായിട്ട് പറ്റും. കാട്ടുപോത്തിന്റെ ബലം പോലെ നിങ്ങൾക്ക് ബലം ഉണ്ടായിത്തീരും. ഹല്ലേലൂയ. ശക്തിയോടെ രാമീം പറഞ്ഞാട്ടെ. കാട്ടുപോത്തിന്റെ ബലം പോലെ നിങ്ങൾക്ക് ബലം ഉണ്ടായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ ബലം നിങ്ങൾക്കുണ്ടാകണമെന്നാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങളിങ്ങനെ ലൂസായിട്ട് പോകുന്നവരല്ല, ഉറച്ചു നിൽക്കണം, എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. പിശാച് ഒരു കള്ളത്തരം വന്ന് പറയുമ്പോഴത്തേക്കും, പിശാച് ഒരു ചെറിയ അറ്റാക്ക് എതിരെ കൊണ്ടുവരുമ്പോഴത്തേക്കും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്ന വ്യക്തിയായി തീരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അവിടെ ഉറച്ചു നിൽക്കാനായിട്ട് ഇടയായി തീരണമെങ്കിൽ നിങ്ങളുടെ ആത്മീക ബലത്താലേ അത് പറ്റത്തുള്ളൂ. നിങ്ങളുടെ ശ്രമത്താൽ നിങ്ങൾ പരാജയപ്പെടും. നിങ്ങളുടെ ശ്രമം എത്ര എടുത്താലും ആ സാഹചര്യത്തിൽ നിങ്ങൾ പരാജയപ്പെടും. പക്ഷെങ്കിൽ ആത്മീക വ്യായാമം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നിങ്ങൾ ചുമ്മാതെ ഉറച്ചു നിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന എഫേസ്യർ 6:10, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. അപ്പോ കർത്താവിൽ നമ്മൾ ശക്തിപ്പെട്ട് തന്നെ നിൽക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ചിലത് എതിരെ വരുമ്പോൾ, ചില പരിശോധനകൾ എതിരെ വരുമ്പോൾ പിശാച് നിങ്ങളെ, പത്രോസിനെ പിശാച് ഇങ്ങനെ എന്തോ പറയാ, അരി പാറ്റുന്നത് പോലെ പാറ്റാൻ ആഗ്രഹിച്ചു എന്ന് യേശു പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പൊ ചില സാഹചര്യത്തിൽ പിശാച് പെർമിഷൻ ചോദിക്കും. ഇന്നാരെ എനിക്ക് പാറ്റണം, എനിക്ക് അവനെ പരിശോധിക്കണം, അവന്റെ ഫെൻസിങ് ഒന്ന് എടുത്ത് മാറ്റിക്കേ, അവൻ ഗ്ലോറിയിലാണെങ്കിലും അവന്റെ ഫെൻസിങ് ഒന്ന് എടുത്ത് മാറ്റിക്കേ, വേലി ഒന്ന് മാറ്റിക്കേ, ഞാൻ അവനെ ഒന്ന് പരിശോധിക്കട്ടെ. അവൻ നിന്നെ തള്ളിപ്പറയും, അവൻ ഒരു ചെറിയ വിഷയം വരുമ്പോൾ നിന്നെ എതിർക്കും. അങ്ങനെയല്ലേ ഇയ്യോബിന്റെ പരിശോധനയിൽ സംഭവിച്ചത്? അങ്ങനെയുള്ള ദുർദിവസങ്ങൾ ഇയ്യോബിന് വന്ന പോലെ ദുർദിവസങ്ങൾ നമുക്കെല്ലാവർക്കും എതിരെ പിശാച് അവിടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കും. ആ സമയങ്ങളിൽ ഉറച്ചു നിൽക്കാനായിട്ട് ഇടയായിത്തീരണം. ആ ഉറപ്പ് ലഭിക്കുന്നത്, നമ്മൾ ഒരാളെ ആശ്വസിപ്പിച്ചാൽ ഉറപ്പ് ലഭിക്കത്തില്ല, നമ്മൾ ഒരാൾ ഉറക്കെന്ന് പറഞ്ഞാൽ ഉറപ്പ് ലഭിക്കത്തില്ല. ഉറച്ച് നിൽക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ കപ്പാസിറ്റിയിൽ അവർ വളർന്നിരിക്കണം. അന്നല്ല, ഓൾറെഡി വളർന്നിരിക്കണം. സ്പിരിച്വൽ വ്യായാമം കൊണ്ട് ഓൾറെഡി അവർ വളർന്നെങ്കിലേ അന്ന് അവർക്ക് എതിർത്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഈ വിഷയം വരുമ്പോൾ എതിർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ദുർദിവസം എന്ന് എഫേസ്യർ 6:13 എന്ന് ഉള്ള ടെർമിനോളജി നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. പലർക്കും ഇങ്ങനെ ദുർദിവസങ്ങൾ വരുമ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒന്നുകിൽ ഒരു വിഷയം, അല്ലെങ്കിൽ ഒരു പരിശോധന, അല്ലെങ്കിൽ ഒരു ടെംപ്റ്റേഷൻ. എന്തൊക്കെയാണ് ദുർദിവസത്തിൽ വരാൻ സാധ്യതയുള്ളത്? ഒന്നുകിൽ ഒരു പരീക്ഷണം, അല്ലെങ്കിൽ ഒരു പാപത്തിന്റെ ടെംപ്റ്റേഷൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെസ്റ്റിങ്ങുകൾ. ഇതിനോടെല്ലാം എതിർത്ത് നിൽക്കാൻ ആ ദുർദിവസം വരുമ്പോൾ നമ്മുടെ ശുശ്രൂഷയിൽ പോലുമുള്ള പലർക്കും കഴിയുന്നില്ല. ആ ടെസ്റ്റിങ്ങിന്റെ സമയത്ത്, ആ പാപത്തിന്റെ പരിശോധനയുടെ വേളയിൽ അവർ വീണു പോകുകയാണ്. ഹല്ലേലൂയ. ഈ ദുർദിവസം എന്ന് പറഞ്ഞാൽ അതാണ്. ഹല്ലേലൂയ. ദുർദിവസം എന്ന് പറഞ്ഞാൽ നമുക്കെതിരെ വരുന്ന പരീക്ഷ ഇത് മാത്രമല്ല, ഇയ്യോബിന് വന്ന പോലത്തത് മാത്രമല്ല, അതിലൊരു കാര്യം കൂടെ ഉണ്ട്. പാപം ചെയ്യാനുള്ള എക്സ്ട്രീം പുഷ് ചെയ്യാനുള്ള പിശാചിന്റെ പെർമിഷൻ പിശാച് ചോദിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളെയും ദുർദിവസങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദുർദിവസങ്ങൾ നമുക്കെതിരെ വരുവാനായിട്ട് ഇടയായി തീരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ആത്മാവിൽ ഓൾറെഡി ബലമുള്ളവർക്ക് അതൊരു പ്രശ്നമല്ല, അവരതിനെ ജയിക്കും. പക്ഷെങ്കിൽ ആത്മാവിൽ ഓൾറെഡി ബലം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ആ സാഹചര്യത്തിൽ പരാജയപ്പെട്ടു പോകുവാനായിട്ട് ഇടയായിത്തീരും. ഒന്നുകിൽ അവർ ആ പാപത്തിൽ വീണ് നശിക്കും, അല്ലെങ്കിൽ ആ ചെറിയ പരീക്ഷണത്തിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് അവരിറങ്ങിപ്പോകും, അല്ലെങ്കിൽ ശുശ്രൂഷയും വേണ്ട, അതും വേണ്ട, ഇതും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇട്ടെറിഞ്ഞിട്ട് ഓടും. കാരണം ബലമില്ല. പിശാച് എതിർത്ത് നിൽക്കുമ്പോൾ അവർക്ക് തിരിച്ചെതിർക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഞങ്ങളൊക്കെ ഈ ശുശ്രൂഷയെ വിട്ട് ഓടാൻ തുടങ്ങിയിരുന്നെങ്കിൽ എന്നേ ഓടിപ്പോകാനുള്ള സമയം കഴിഞ്ഞു. ഹല്ലേലൂയ. പ്രതിസന്ധികൾ നോക്കി ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആമേൻ, ഞങ്ങൾക്ക് ഒരു ദിവസം പോലും ഈ ശുശ്രൂഷകളിൽ നിൽക്കാൻ കഴിയത്തില്ല. അത്രയധികം പ്രതിസന്ധികൾ പിശാച് വ്യക്തികളിലൂടെ ഒക്കെ കൊണ്ടുവരുമ്പോൾ നിൽക്കുന്നത് അകത്ത്
ലഭിച്ച ശക്തി കാരണമാണ് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവേൻ. യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ഓടുകയും ചെയ്യും. യൗവനക്കാർ ഇടറി വീഴും, അങ്ങനെയുള്ളവരൊക്കെ ഇടറി വീഴും. പക്ഷെ യഹോവയെ കാത്തിരിക്കുന്നവർ ബലം പുതുക്കും. ഈ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവുമായി അലിഞ്ഞൊന്നായി വചനവുമായിട്ടും ദൈവിക ചിന്തയുമായിട്ടും കർത്താവിന്റെ കൂടെ അലിഞ്ഞൊന്നാകുന്ന അവസ്ഥ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം അവിടെ വ്യക്തമായിട്ടൊരു കാര്യം എഴുതിയിട്ടുണ്ട്, യൗവനക്കാർ ഇടറി വീഴും, ഹല്ലേലൂയ, അവർ ക്ഷീണിച്ചു പോകും, അവർ തളർന്നു പോകും എന്നൊരു വാക്ക് അവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് വളരെ യൗവനമാണ്, ഞാൻ ദൈവത്തെ ഒന്നും തള്ളി പറയത്തില്ല, ഞാൻ എന്തു വന്നാലും നിൽക്കൂ എന്നൊക്കെ പറയുന്ന നിങ്ങൾ ആത്മീക വ്യായാമത്തിലൂടെ പോയില്ല എങ്കിൽ, കർത്താവുമായിട്ട് ചേർന്ന് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് സമയത്തും വീഴാനുള്ള സാധ്യതകളുണ്ട്. ഏത് സമയത്തും കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് പോകാൻ സാധ്യതയുണ്ട്, പാപത്തിൽ വീണു പോകാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെ എതിർത്ത് നിൽക്കേണ്ട ഒരു ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു പാട്ടുണ്ട്, നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. അപ്പം നല്ലൊരു പോരാട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ മഹത്വത്തിൽ നിൽക്കുമ്പോഴും പിശാച് നമ്മളെ അതിൽ നിന്ന് അകറ്റിക്കളയുവാൻ പല ശ്രമങ്ങൾ നടത്തുന്നതിനെയാണ് ഞാൻ പോരാട്ടം എന്ന് ഉദ്ദേശിച്ചത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വരത്തുപോക്കോ ആ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ഈ മഹത്വതലത്തിൽ നിന്ന് നിങ്ങളെ വെളിയിലെടുക്കുവാൻ പിശാച് എല്ലാ ശ്രമങ്ങളും നടത്തും. ആദാം മഹത്വതലത്തിൽ നിന്ന വ്യക്തിയാണ്, എന്നാൽ മഹത്വതലത്തിൽ നിന്ന് വലിച്ചു വെളിയിലെടുക്കുവാൻ എല്ലാ ശ്രമങ്ങളും പിശാച് നടത്തി വിജയിച്ചു. ആ മഹത്വതലത്തിൽ നിന്ന് അവനെ അടർത്തി വെളിയിൽ കൊണ്ടുവരാനുള്ള അവിശ്വാസം അല്ലെങ്കിൽ വഞ്ചന എന്തു വേണമെങ്കിലും അവൻ ചെയ്യും. അവൻ ഏതറ്റം വരെയും പോകും. പിശാചിനെ നമ്മൾ വിശ്വസിക്കരുത്. പിശാച് കള്ളനാണ്, പിശാച് വഞ്ചകനാണ്. അതുകൊണ്ട് അവനെ വളരെയധികം നമ്മൾ സൂക്ഷിക്കണം. അവനെ കുറിച്ച് നമ്മൾ അലേർട്ടായിരിക്കണം. നമ്മൾ ഈ ഗ്ലോറിയിൽ നമ്മൾ ഓവർ കോൺഫിഡന്റ് ആകരുത്. നമ്മൾ ഗ്ലോറിയിൽ നിൽക്കാൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളട്ടെ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നു എന്ന കോൺഫിഡൻസ് നല്ലതാണ്, പക്ഷെ ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. നമ്മുടെ ശുശ്രൂഷയിൽ പോലും ഞാൻ ഏറ്റവും നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച വ്യക്തികളാണ് ആദ്യം വീണത്. ഈ ശുശ്രൂഷയോടും അല്ലെങ്കിൽ ഈ ഇതിനോടൊക്കെ എതിർത്തുകൊണ്ട് ആദ്യം ഈ മഹത്വതലം വിട്ടുപോയത് ഞാൻ ഏറ്റവും അവർ നിൽക്കുമെന്ന് വിചാരിച്ചവരാണ് ആദ്യം വീണത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അവർ ദുർദിവസത്തിന് വേണ്ടി തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഗ്ലോറിയിൽ നിൽക്കുമ്പോൾ തന്നെ, ഗ്ലോറിയുടെ ആസ്വാദനത്തിൽ നിൽക്കുമ്പോൾ തന്നെ, ഗ്ലോറിക്കകത്ത് എൻജോയ്മെന്റിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാചിനെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവർ ആയിരിക്കരുത്. അവൻ വരുമ്പോൾ നമുക്ക് ശരിക്കും ഒരു വ്യായാമം ഓൾറെഡി ചെയ്തു വെച്ചെങ്കിലേ നമുക്ക് അവനെ എതിർക്കാൻ കഴിയത്തുള്ളൂ എന്ന സത്യം നിങ്ങൾ മറന്നു പോകരുത്. ദുർദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ മഹത്വതലത്തിൽ നിന്ന് നിങ്ങളെ വെളിയിലെടുക്കാൻ സ്പെഷ്യൽ പെർമിഷനുമായി പിശാച് വരുന്ന ദിവസങ്ങളെയാണ് ദുർദിവസം എന്ന് എഫെസ്യ ലേഖനം 6:13 എഴുതിയിരിക്കുന്നത്. അപ്പോൾ കർത്താവിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം, ഇവനോട് എതിർത്ത് നിൽക്കാൻ കഴിയണം, ഇവന്റെ അസത്യങ്ങളോട് എതിർക്കാൻ കഴിയണം, പാപ പ്രവണതകളോട് എതിർക്കാൻ കഴിയണം. അതിന് നിങ്ങൾക്കൊരു ആത്മീക വ്യായാമം ആവശ്യമാണ്. സാത്താന്റെ തന്ത്രങ്ങളെ അറിയാനുള്ളൊരു കഴിവ് ആവശ്യമാണ്. ഹല്ലേലൂയ. ഈ കാര്യങ്ങളാൽ ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളെ നിറയ്ക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങും, പക്ഷെ ഓട്ടക്കളത്തിൽ ഓടുന്നോരനേകരെങ്കിലും വിരുദു പ്രാപിക്കുന്നോരേകൻ മാത്രമല്ലയോ, ആ അവസ്ഥയായി പോകും. ഓട്ടക്കളത്തിൽ നിങ്ങൾ ഓട്ടം തുടങ്ങി, പക്ഷേ നിങ്ങൾക്ക് വിരുദ് ലഭിക്കാതെ പോകുന്ന അവസരങ്ങൾ, നിലനിൽക്കാൻ കഴിയാത്ത അവസരങ്ങൾ ഉണ്ടാകുകയാണ്. അങ്ങനത്തെ അവസരങ്ങൾ എനിക്കോ നമ്മുടെ കൂടെയുള്ളവർക്കോ നിങ്ങൾക്കോ ഉണ്ടാകാതിരിക്കുവാനാണ് ഇന്നത്തെ മെസ്സേജ്. വളരെ ശ്രദ്ധയോടെ അന്യഭാഷയിൽ നിൽക്കണം, വളരെ ശ്രദ്ധയോടെ വചനത്തിൽ ഉറയ്ക്കണം.
ചിലർ ഈ ബഹളത്തിൽ മാത്രമായി പോവും, പക്ഷെ വചനത്തിൽ ഉറക്കത്തില്ല. ബഹളം മാത്രം പോരാ, നമ്മൾ ബഹളം വയ്ക്കാറുണ്ട്, റോർ ചെയ്യാറുണ്ട്, ലാഫ് ചെയ്യാറുണ്ട്, ഒപ്പം തന്നെ വചനത്തിൽ ശക്തമായിട്ട് ഉറച്ചില്ല എന്നുണ്ടെങ്കിൽ ദുർദിവസത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ദുർദിവസത്തിൽ യേശുവിന് ദുർദിവസം ഉണ്ടായപ്പോൾ 3 വചനങ്ങളാണ് എതിരെ യേശു പറഞ്ഞത്. അതുകൊണ്ട് വചനത്തിലും ശക്തമായിട്ട് ഉറക്കണം. ഇന്ന് മുതൽ നിങ്ങൾക്കൊരു മെഡിറ്റേഷൻ ബുക്ക് ഉണ്ടായിരിക്കണം. 1 അധ്യായമെങ്കിലും 2 അധ്യായമെങ്കിലും ഒരു ദിവസം ധ്യാനിച്ച് നിങ്ങളോട് ദൈവം ഇടപെട്ട വാക്യങ്ങൾ അതിൽ എഴുതി വെക്കണം. ഒപ്പം തന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ടൊരു പ്രെയർ ഉണ്ടായിരിക്കണം. നിങ്ങൾ എപ്പോഴും ദൈവദാസനിൽ മാത്രം ആശ്രയിച്ചാൽ നിങ്ങൾ പട്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കാണത്തില്ല. ദുർദിവസം ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടാണ് വരുന്നത്. ആ സമയത്ത് നമുക്ക് എതിർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ, ഗ്ലോറിയിൽ നിന്ന് വീണു പോകാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെ മാത്രം ജീവിക്കണം. നമ്മൾ ഗ്ലോറിയുടെ എൻജോയ്മെന്റിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ചുറ്റും കണ്ട ചില അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയാം, വളരെ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ ഈ തലത്തിൽ നിങ്ങൾ നിൽക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത സെക്കൻഡിൽ ആ തലത്തിൽ നിന്ന് വെളിയിൽ പോകാൻ സാധ്യതകൾ ഏറെയാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് നിർത്തുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ മെസ്സേജ് കണ്ട ആരും ഈ ഓട്ടക്കളത്തിൽ തളർന്നു പോകാതെ, വീണു പോകാതെ മുന്നോട്ട് ഓടാനുള്ള ആത്മീക ബലം അവരുടെ അകത്ത് നിക്ഷിപ്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും പാപത്തിൽ വീണ് തകർന്നു പോകരുത്. ദുർദിവസത്തിൽ ഇരുട്ടിന്റെ പിടിയിലായി പോകരുത്. സിംഹത്തിന്റെ ക്ലച്ചസിന്റെ അകത്തായി പോകരുത്. അതിനോട് എതിർത്ത് നിൽപ്പാനുള്ള ബലം കൂടി ഇവരുടെ അകത്ത് പരിശുദ്ധാത്മാവ് പകരട്ടെ. ആ വചന ജ്ഞാനം കൂടെ അകത്ത് പകരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുകരത്തിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. God bless you. Amen.